ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അവിടുത്തെ പ്രിയ മക്കളായ ഞങ്ങളെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങയുടേതാണ് കർത്താവേ. അങ്ങയുടേതായി ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നു, ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയുടെ കൂടെ അങ്ങയുടേതായിട്ട് തൈത്തണ്ടിനോട് ശാഖ എന്ന പോലെ അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോഴാണല്ലോ കർത്താവെ യഥാർത്ഥമായ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഞങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് കഴിയുക. ഈ സത്യം മനസ്സിലാക്കി അങ്ങയുടെ വചനത്തിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ട വലിയ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളിൽ അവിടുന്ന് പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണേ. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സ്വർഗീയ സൈന്യങ്ങളെ, സ്വർഗീയരായ സകലരുമേ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ തിരുവചന ശുശ്രൂഷയിൽ ധ്യാനിക്കാൻ എടുക്കുക വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 57 മുതൽ 62 വരെയുള്ള തിരുവചനങ്ങളാണ്. അവിടെ കർത്താവ് പറയുക ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങളെക്കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ അനേകം പേര് ഈശോയെ അനുഗമിക്കാനുള്ള ആഗ്രഹം, സന്നദ്ധത പ്രകടമാക്കിയിട്ടുണ്ട്. കുറേ പേരോടെങ്കിലും കർത്താവ് പറഞ്ഞു എന്നെ അനുഗമിക്കുക എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ കർത്താവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവരോടും കർത്താവ് വിളിച്ചവരോടും കർത്താവ് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ആ മേഖലകളിൽ അത് സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കണം. ഒരിക്കലും കർത്താവ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരുത്തം വന്ന് പറഞ്ഞു, കർത്താവെ അങ്ങ് എവിടെ പോയാലും ഞാൻ അങ്ങയെ അനുഗമിക്കും, എന്നാൽ ഒരു കാര്യം മാത്രം, എൻ്റെ മരിച്ചു പോയ പിതാവിനെ സംസ്കരിക്കുവാൻ അവിടുന്ന് അനുവദിക്കണം. ഈശോ പറയുക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ എന്നെ അനുഗമിക്കുക. വീണ്ടും ഒരുത്തനോട് കർത്താവ് പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക. ഈശോ പറഞ്ഞു, ഞാൻ നിന്നെ അനുഗമിക്കാം, എന്നാൽ ഞാൻ പോയി എൻ്റെ വീട്ടുകാരോട് അനുവാദം ചോദിച്ചു വരട്ടെ. ഈശോ പറയാം, കലപ്പയിൽ കൈപ്പിടിച്ചതിന് ശേഷം പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ആഗ്രഹിക്കുന്നത് പൂർണ്ണമായ ഒരു പരിത്യജിക്കലാണ്. അതായത് ദൈവത്തെ, കർത്താവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ വലിയ ഒരു പരിത്യജിക്കൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേ മതിയാകും. ഇന്ന് എപ്പോഴും നമ്മളൊക്കെ ഒരു ഞാൻ എന്നുള്ള ചിന്താഗതിയുണ്ട്. എൻ്റേത്, എൻ്റെ കുടുംബം, എൻ്റെ സുഖം, എൻ്റെ സന്തോഷം. എന്നാൽ കർത്താവ് പറയുക, ഇത് നീ പരിപൂർണമായിട്ട് വിട്ടുപേക്ഷിക്കണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. സ്വയം പരിത്യജിക്കണം. എൻ്റെ സുഖം എന്നുള്ളത്, എൻ്റെ കുടുംബം എന്നുള്ളത്, എൻ്റെ സന്തോഷം എന്നുള്ളത് പരിപൂർണമായിട്ടും പരിത്യജിക്കാതെ എൻ്റെ പിന്നാലെ വരുവാൻ ആർക്കും കഴിയില്ല. മാത്രമല്ല, കുരിശുമുണ്ട്, ആ കുരിശും ചുമക്കണം. ഇന്ന് പലപ്പോഴും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് വലിയ ത്യാഗമില്ലാത്ത, സഹനമില്ലാത്ത ഒരു ജീവിതമാണ്. ഇന്ന് പലപ്പോഴും ധ്യാനത്തിന് കടന്നു വരുന്നവർ, കൺവെൻഷനുകളിലേക്ക് ഓടിപ്പാഞ്ഞ് നടക്കുന്നവർ, അച്ഛന്മാരെ കാണാൻ വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കുന്നവർ പലപ്പോഴും രോഗസൗഖ്യത്തിന് വേണ്ടിയാണ്. എൻ്റെ സാമ്പത്തിക തകർച്ച മാറണം, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, എനിക്ക് ജോലി കിട്ടണം. കർത്താവ് പറയാം, അവരൊന്നും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവരൊന്നുമല്ല. അവർ സ്വന്തം കാര്യത്തിന് വേണ്ടി, സ്വന്തം സുഖത്തിന് വേണ്ടി എന്നെ തേടുന്നവരാണ്. അതാണ് കർത്താവ് ഒരിക്കലും നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അപ്പം ഭക്ഷിച്ച് അവർ തൃപ്തരായി കഴിഞ്ഞപ്പോൾ കർത്താവിനെ തേടി വരിക. കർത്താവ് പറയുക, നിങ്ങൾ എന്നെ അനുഗമിക്കാനൊന്നും വേണ്ടി വന്നതല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടും വീണ്ടും അപ്പം കിട്ടാനും അത്ഭുതങ്ങൾ കാണാനും വേണ്ടി ഓടി നടക്കുന്നവരാണ് നിങ്ങളൊക്കെ. പക്ഷെ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നീ സ്വയം പരിത്യജിക്കണം എന്ന് പറഞ്ഞാൽ നിൻ്റെ സുഖം എന്നുള്ളത്, നിൻ്റെ സന്തോഷം എന്നുള്ളത്, നിൻ്റെ ജോലി എന്നുള്ളത്, നിൻ്റെ അപ്പൻ എന്നുള്ളത്, നിൻ്റെ അമ്മ എന്നുള്ളത്, നിൻ്റെ മക്കൾ എന്നുള്ളത്, ഇതെല്ലാം വിട്ടുപേക്ഷിക്കണം. എന്നിട്ട് നീ സ്വയം പരിത്യജിക്കണം. എന്നിട്ടല്ലാതെ എന്നെ അനുഗമിക്കാൻ വന്നാൽ
നിനക്കൊരിക്കലും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ലെന്ന വലിയ സത്യം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിനെ അനുഗമിക്കാനാണ്. എന്തുകൊണ്ടാണ്? കർത്താവിനെ അനുഗമിക്കാതെ ഒരിക്കലും നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരുക സാധ്യമല്ല. ഈശോ പറഞ്ഞു, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അരികിലേക്ക് വരുന്നില്ല. ഞാനാണ് വഴി. ഈശോയാകുന്ന വഴിയിലൂടെ ഈശോയെ സ്വന്തമാക്കി ഈശോയെ അനുഗമിച്ച് പോകാത്തിടത്തോളം കാലം നമുക്കാർക്കുമേ സ്വർഗ സൗഭാഗ്യം ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ഈശോ പറയുകയാണ്, വീണ്ടും ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനം, സ്വയം വെറുക്കാതെ എൻ്റെ അരികിൽ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുക സാധ്യമല്ല. പരിത്യജിച്ചാൽ മാത്രം പോരാ, നമ്മളെ തന്നെ വെറുക്കണമെന്ന്. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മളൊക്കെ നമ്മളെ സ്നേഹിക്കുന്നവരാ. എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ശരീരം ഒരു രോഗം വന്നാൽ പിന്നെ ആകെ പ്രശ്നമായി. കർത്താവ് പറയും, നീ നിന്നെ തന്നെ വെറുക്കണം. നിൻ്റെ ആരോഗ്യം, നിൻ്റെ സുഖം ഇതെല്ലാം നീ വിട്ടു. ഇന്ന് നമ്മളെല്ലാവരും നോക്കിക്കോ, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും നമ്മുടെ സുഖം ഒരു വേദന വന്ന പ്രശ്നമായി, അസ്വസ്ഥതയായി, അകപ്പാടെ പരാതിയായി, പരിഭവമായി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവസ്ഥ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇവിടെയാണ് കർത്താവ് തൻ്റെ ശിഷ്യത്വത്തിൻ്റെ അടിസ്ഥാനമായിട്ട് പറയുന്ന സ്വയം പരിത്യജിക്കുന്ന കുരിശ് വഹിക്കണം. കുരിശ് മാറ്റിത്തരാമെന്ന് ഈശോ പറയണില്ല. അത് വലിയൊരു മേഖലയാണ്. ഇന്ന് നമ്മുടെയൊക്കെ വിചാരം കുരിശില്ലാത്തൊരു ജീവിതം ആണ് ഈ ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതം എന്നാണ്. അതുകൊണ്ട് തന്നെ ചിലരൊക്കെ പറയാം, അച്ഛാ ഞാൻ പള്ളിയിൽ പോയി, ഞാൻ ധ്യാനത്തിന് പോയി, ഞാൻ വചനം കേട്ടു, ഞാൻ മാനസാന്തരപ്പെട്ടു, എന്നിട്ടും കർത്താവ് എൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രശ്നം മാറ്റിയില്ല. എന്തുമാത്രം പ്രാർത്ഥിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചിട്ട് പറയാ, അത് സഹോദരി പറയാണ്, എൻ്റെ അച്ഛാ എൻ്റെ ഭർത്താവ് പള്ളിയിൽ പോകത്തില്ല, ഇതൊക്കെ വെറും തട്ടിപ്പാ, ചുമ്മാ കാശ് പിരിക്കാനും മറ്റതിനു വേണ്ടിയുള്ളതാണ്, അല്ലാതെ ഇതിനൊന്നും വലിയ കാര്യമില്ല, അതുകൊണ്ട് എനിക്ക് വിശ്വാസമില്ല എന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അവൻ്റെ ആ സഹോദരൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നു, അതേ പറയാം, ഒരു പ്രതിസന്ധി വന്നു, സാമ്പത്തിക തകർച്ച വന്നു, പ്രാർത്ഥിച്ചു, എന്നിട്ട് മാറിയില്ല. എന്തിനാ പ്രാർത്ഥിക്കണേ? പിന്നെ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് സാമ്പത്തിക തകർച്ച ഉണ്ടായേ? തമ്പുരാനെ വിട്ട് കടം വാങ്ങിച്ച് വീട് പണിത് ലോൺ എടുത്ത് പല കാര്യങ്ങൾ ചെയ്തു, അതൊക്കെ തകർന്നു. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നുണ്ട്, അന്യൻ്റെ പൈസ വാങ്ങിച്ച് ഭവനം പണിയുന്നവൻ തൻ്റെ ശവക്കുഴിക്ക് മണ്ണെടുത്ത് മാറ്റുന്നവനെന്ന് പറയാം. അതൊരു വലിയ സത്യമാണ്. നമുക്ക് ദൈവം എന്ത് തന്നിട്ടുണ്ടോ അതനുസരിച്ച് എളിമപ്പെട്ട് ജീവിക്കാൻ പറ്റണം. അല്ലാതെ ഇന്ന് സാമ്പത്തിക തകർച്ച നോക്കിക്കോ, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച്, സ്വന്തം കാഴ്ചപ്പാടുകൾക്കനുസരിച്ച്, ഒരു ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് പലതും ചെയ്യാൻ വേണ്ടി മനുഷ്യൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവൻ സാമ്പത്തിക കടബാധ്യത വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് പ്രാർത്ഥിക്കും, ദൈവമേ മാറ്റിത്തരണമേ. പ്രിയപ്പെട്ടവരെ, ഇവിടെയൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ആഗ്രഹം എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നമുക്ക് സാധ്യതമായി കിട്ടിയാൽ നല്ല ദൈവം. അതാണ് വിശ്വാസം. കർത്താവോട് എന്താ പറയുന്നത്? സ്വയം പരിത്യജിക്കുക, കുരിശ് വഹിക്കുക, സ്വയം വെറുക്കുക, എന്നിട്ട് എൻ്റെ അരികിലേക്ക് വരിക, കലപ്പയിൽ കൈ പിടിച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കാതിരിക്കുക. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ. നീ ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക, തമ്പുരാനെ അനുഗമിക്കുക. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിക്കോ, ഇവിടെയൊക്കെ ഒത്തിരി പരാജയങ്ങൾ നമുക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ സഭാ സമൂഹത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, നമ്മുടെ ഇടവകയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, നമ്മളെക്കുറിച്ച് എന്ത് കിട്ടും? നമുക്ക് പള്ളി പോയാൽ എന്ത് കിട്ടും? അല്ലെങ്കിൽ ഈ കുടുംബ കൂട്ടായ്മയിലേക്ക് പോയാൽ എനിക്കെന്ത് കിട്ടും? അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും കാര്യസാഹിത്യം, നമ്മുടെ പള്ളിക്ക് സ്കൂളുണ്ടോ, ഹോസ്പിറ്റലുണ്ടോ, എന്തെങ്കിലും സോഷ്യൽ പ്രവർത്തനങ്ങളുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി അവിടെ എനിക്ക് കുറച്ച് പൈസ കിട്ടിയേക്കാം, സ്കൂളിൽ ജോലി കിട്ടിയേക്കാം, മക്കൾക്ക് അഡ്മിഷൻ കിട്ടിയേക്കാം, ആശുപത്രിയിൽ ചിലപ്പോൾ കൺസെഷൻ കിട്ടിയേക്കാം. അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ചിലരൊക്കെയും ദൈവത്തിലേക്ക് അടുക്കുന്നവരുണ്ട്. കർത്താവ് പറയുക, നിൻ്റെ ഇഷ്ടത്തിന്, നിൻ്റെ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയല്ല നീ ദൈവത്തിലേക്ക് അടുക്കേണ്ടത്. പിന്നെയോ ദൈവത്തെ അനുഗമിക്കാൻ, തമ്പുരാനെ സ്വന്തമാക്കാൻ, ആ തമ്പുരാനെ കൂടാതെ ജീവിക്കാൻ സാധ്യമല്ലെന്നുള്ള തിരിച്ചറിവോടെ ദൈവത്തെ സ്വന്തമാക്കാൻ വേണ്ടി എല്ലാം വിട്ടുപേക്ഷിച്ച് ദൈവത്തെങ്കിലേക്ക് അടുക്കുവാനുള്ള വലിയ ഒരു വിളിയാണ് കർത്താവ് നമുക്ക് നൽകുക. അതുകൊണ്ട് തന്നെ പിന്നെ അതോടൊപ്പം തന്നെ നമുക്കുള്ള സാമ്പത്തിക മേഖല, സംഭാവന മറ്റുള്ളവർക്ക് കൊടുക്കണം. ദൈവമായ കർത്താവ് എപ്പോഴും പറയുക, നീ മറ്റുള്ളവർക്ക് നൽകുന്നവനായിട്ട് മാറണം, കൊടുക്കണം. നമ്മൾ ഇന്ന് പലപ്പോഴും പലരുടെ ജീവിതത്തിൽ നോക്കിക്കോ, ഒരു സംഭാവനയും കൊടുക്കില്ല, ആരെയും സഹായിക്കത്തില്ല, അല്ലെങ്കിൽ ദേവാലയ കാര്യങ്ങളിൽ, ശുശ്രൂഷ കാര്യങ്ങളിൽ, ദൈവികമായ കാര്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ ജീവിക്കുന്നവരുണ്ട്.
ഞാൻ പറയും, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ടത് നമ്മൾ ഒത്തിരിയേറെ കൊടുക്കണം. കൊരിന്ത്യസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം 6-ഉം 7-ഉം തിരുവചനം. അവിടെ വചനം പറയുക, നീ കൂടുതൽ വിതയ്ക്കുന്നവൻ കൂടുതൽ കൊയ്യും. നീ എന്തുമാത്രം വിതയ്ക്കണം, വിതയ്ക്കാന്ന് പറഞ്ഞാൽ കൊടുക്കണം. നീ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ദൈവം പറയുക, നീ അധികമായിട്ട് കൊയ്യുമെന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് പല മക്കളും കൊടുക്കാൻ ഒത്തിരിയേറെ വൈമനസ്യം കാണിക്കുന്നവരാ. അവർ കൊടുക്കത്തില്ല. എൻ്റെ സുഖം, എൻ്റെ സൗകര്യങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് വസ്തുവകകൾ വാങ്ങിക്കൂട്ടുവാൻ വേണ്ടി അവർ ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നു, താല്പര്യപ്പെടുന്നു. എൻ്റേതെന്നുള്ള ചിന്ത, എൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മനോഭാവം എടുത്തു മാറ്റിക്കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുകയും മറ്റുള്ളവർക്ക് നൽകുകയും അതോടൊപ്പം തന്നെ ശുശ്രൂഷകൾക്ക് വേണ്ടി നൽകുകയും ചെയ്യുന്നവരായിട്ട് മാറണമെന്ന് കർത്താവ് പറയുക. അങ്ങനെ വിതയ്ക്കുമ്പോൾ കൂടുതൽ കൊയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ശക്തമായിട്ട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഇന്ന് എല്ലാവരും ഇങ്ങനെ ഒതുങ്ങിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റേതെന്നുള്ള ഒരു വലിയൊരു അവസ്ഥ, എൻ്റേത്, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, അത് ഭയങ്കര സ്വാർത്ഥതയുടെ ഒരു അടിമത്തത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കർത്താവ് പറയണേ, ഈ സ്വാർത്ഥത എന്നുള്ളത് നീ വിട്ടുപേക്ഷിക്കണം, എൻ്റേതെന്ന് വിട്ടുപേക്ഷിക്കണം. എന്നിട്ട് എന്നെ അനുഗമിക്കുവാനായിട്ട് നീ കടന്നു. ഇനി ഒന്ന് വേറൊരു വശത്തേക്ക് ചിന്തിച്ച് നോക്കിക്കോ. ഈ സ്വാർത്ഥത കൊണ്ട് ഇങ്ങനെയുള്ള അടിമത്തത്തിൽ പോകുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കോ, ഒരിക്കലും സന്തോഷമില്ല, സമാധാനമില്ല. കാരണം മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനമുണ്ട്. അതെടുത്ത് മാറ്റിയിട്ടൊന്നും ജീവിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതിൽ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം നമ്മുടെ ശരീരം, ഈ ശരീരത്തിന് വേദനകളുണ്ടാകും, രോഗങ്ങളുണ്ടാകും, അതിതിൻ്റെ ഭാഗമാണ്. പക്ഷെ അത് മാറിക്കിട്ടാൻ വേണ്ടി നടക്കുന്ന രോഗശാന്തിക്ക് വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കുന്ന മനുഷ്യനെ നോക്കിക്കോ, അവൻ എപ്പോഴും നിരാശനാണ്. ഒന്ന് മാറി അടുത്ത് വന്നു, അത് മാറി അടുത്ത് വന്നു. ഈ ലോകത്തിൽ, ഈ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗങ്ങൾ അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇതിനെ അധികം സ്നേഹിക്കരുതെന്ന് കർത്താവ് പറയാം. നീ എന്നുള്ളതിനെ, നിൻ്റേതെന്നുള്ളതിനെ നീ പരിത്യജിക്കുക. നീ അതിന് വെറുക്കാനാ കർത്താവ് പറയുക. കാരണം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ശരീരത്തെ അമിതമായി സ്നേഹിക്കുന്നവൻ്റെ അവസ്ഥ എന്താണ്? അവൻ നിരാശനായിരിക്കും. സമ്പത്തിനെ അധികമായി സ്നേഹിക്കുന്ന നോക്കിക്കോ, അവൻ നിരാശനായിരിക്കും. കാരണം അവൻ അതിൽ കേന്ദ്രീകൃതമാണ്. കർത്താവ് പറയുക, ഇതിൽ നിന്നൊക്കെ നീ മാറണം, ഇതിൽ നിന്നൊക്കെ നീ വിട്ടുപേക്ഷിക്കണം. എന്നിട്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി ആ ഒരു സ്വർഗീയമായിട്ടുള്ള വഴിയിലൂടെ ചരിക്കാൻ വേണ്ടി നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിന്നെ വിട്ടുപേക്ഷിക്കാൻ, നീ എന്നുള്ളതിനെ മാറ്റിവെക്കുവാൻ, നിനക്കുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ, അങ്ങനെ അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യമായി തീരുവാനായിട്ട് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുക. ഞാൻ ഓർക്കുക, ഒത്തിരിയേറെ മക്കളെ എനിക്കറിയാം. അവരൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് അനേകം മക്കളെ സഹായിക്കാൻ വേണ്ടി അവരുടെ ആ വിഹിതത്തിൻ്റെ ഒരു ഓഹരി മാറ്റിവെക്കുന്നു. ചില മക്കളുണ്ട്, ദശാംശം ദൈവത്തിന് കൊടുക്കാനുള്ളതാണ്, അത് കൃത്യമായിട്ട് മാറ്റിവെച്ച് കൃത്യം കൊടുക്കുന്നവർ. അവരൊക്കെ ജീവിതത്തിൽ അവർ വിതച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ, കുടുംബത്തിൽ മക്കൾ നന്നായിട്ട് പഠിക്കുന്നു, ആ കുടുംബത്തെ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടുന്നു, ദൈവത്തിൻ്റെ വലിയ ശക്തമായ സംരക്ഷണം ആ കുടുംബത്തിന് കൂടെ. ഒരു കാര്യം ഓർത്തോ, ദൈവത്തിനു വേണ്ടി അല്ലെങ്കിൽ ദൈവത്തെ അനുഗമിക്കാൻ വേണ്ടി സ്വയം പരിത്യജിച്ച് എൻ്റേത് എന്നുള്ളതിനെ മാറ്റിവെച്ചിട്ട് ദൈവത്തിനു വേണ്ടി അനേകം മക്കൾക്ക് വേണ്ടി കൊടുക്കുന്ന ആരെങ്കിലുമൊക്കെ നശിച്ചു പോകുന്ന, തകർന്നു പോകുന്ന ഒരു അനുഭവം ലോക ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. എന്നാൽ സ്വാർത്ഥതയിൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു കൂട്ടി ഇന്ന് മക്കളുടെയൊക്കെ ആളുകളുടെ നോക്കിക്കോ, ഒത്തിരി ആർഭാടതകൾക്ക് വേണ്ടി എന്തുമാത്രം ചെലവഴിക്കുന്നത്, സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തോരം ചെലവഴിക്കുന്നത്, ഇന്ന് എന്തെല്ലാം സ്റ്റൈലുകളുള്ള. പക്ഷേ അതൊന്നും അവന് സംതൃപ്തിയോ സമാധാനമോ സുഖമോ നൽകിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. എന്നാൽ കൊടുക്കുന്നവൻ, അവൻ വേണ്ടാത്തതിന് ചെലവഴിക്കത്തൊന്നുമില്ല. അവൻ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. അവന് സാമ്പത്തിക മേഖലയിൽ ദൈവത്തിൻ്റെ ഒരു സംരക്ഷണമുണ്ട്. ആ സാമ്പത്തിക മേഖല ദൈവത്തിൻ്റെ അതിശക്തമായ ഇടപെടലിൽ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഈ ഞാൻ എന്നുള്ളതിനെ, എൻ്റേതെന്നുള്ളതിനെ വിട്ടുപേക്ഷിക്കാതെ, വെറുക്കാതെ തമ്പുരാൻ്റെ പിന്നാലെ വരുന്ന ഒരുവനും യഥാർത്ഥമായ സന്തോഷമോ സമാധാനമോ സംതൃപ്തിയോ അനുഭവിക്കാൻ കഴിയുക ഇല്ലെന്നുള്ള വലിയ സത്യം ഈ തിരുവചന ഭാഗത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുക. ഇവിടെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇന്ന് ശുശ്രൂഷ മേഖലയിൽ, പൗരോഹിത്യ മേഖലയിലൊക്കെ പലപ്പോഴും നമുക്ക് ഈ ത്യാഗങ്ങൾ ഏറ്റെടുക്കാനുള്ള മനസ്സ് ഇല്ലാതെ പോയിട്ടുണ്ട്. ഇപ്പോൾ കുടുംബജീവിതത്തിൽ നോക്കിക്കോ,
ഒത്തിരി ത്യാഗത്തിൻ്റെ ജീവിതമാണ് ഈ കുടുംബജീവിതം. ഞങ്ങൾക്ക് പലപ്പോഴും ഈ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുന്ന മക്കൾ അവരിങ്ങനെ അണിഞ്ഞൊരുങ്ങി ഒത്തിരിയേറെ ആഭരണങ്ങളൊക്കെ ധരിച്ച് കടന്നു വരുമ്പോൾ ഞാനെങ്ങനെ ചിന്തിക്കും, എന്തിനാ ഇവർ കടന്നു വരുന്ന ദൈവമേ? സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ ജീവിതത്തിലുണ്ട്. സ്വയം പരിത്യജിക്കുക, കുരിശു വഹിക്കുക എന്ന് പറഞ്ഞാൽ വിവാഹ ജീവിതം ആരംഭിക്കുമ്പോൾ വിവാഹ ജീവിതം നയിക്കുന്നവർ ചിന്തിച്ച് നോക്കിക്കോ. ഒരു തീരുമാനം എടുക്കേണ്ട പ്രതിജ്ഞ എന്നാണ്, ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ പരിശുദ്ധമായ നിമിഷത്തിൽ വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ദൈവത്തിന് സമർപ്പിച്ച പ്രതിജ്ഞ എടുക്കുമ്പോൾ ഒന്ന് ഓർത്തു നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ഒരു കുരിശ് ചുമക്കാനുള്ള വലിയ ഒരു തീരുമാനമാണ് നിങ്ങൾ എടുക്കുന്നത്. സ്വയം പരിത്യജിക്കാൻ, തൻ്റെ ഇഷ്ടങ്ങൾ ഇല്ലാതാക്കിയിട്ട് സന്തോഷമുണ്ടായാലും ദുഃഖമുണ്ടായാലും സമ്പത്തുണ്ടായാലും ദാരിദ്ര്യം ഉണ്ടായാലും ആരോഗ്യം ഉണ്ടായാലും അനാരോഗ്യം വന്നാലും ഏക മനസ്സോടെ ജീവിച്ചോളാം എന്ന് പറഞ്ഞ ഈ ത്യാഗത്തിൻ്റെ കുരിശ് ചുമക്കാനുള്ള വലിയ തീരുമാനമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എടുത്തിരിക്കുക. ഇപ്പം ഞാനാണെങ്കിൽ ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം എന്നീ വ്രതങ്ങൾ പാലിച്ചോളാം എന്ന് പറഞ്ഞ് തീരുമാനമെടുക്കുമ്പോൾ സത്യത്തിൽ ഈ കുരിശ് ചുമക്കാനുള്ള ഈ ത്യാഗം ഏറ്റെടുക്കാനുള്ള വലിയൊരു തീരുമാനമാണ് നമ്മൾ എടുക്കണേ. നമ്മളൊക്കെ ഇതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. സ്വയം പരിത്യജിക്കണം. നമ്മുടെ ജഡിക സുഖങ്ങൾക്കുള്ള ആസക്തി നമ്മിലുണ്ട്, എന്നിലുണ്ട്, എല്ലാവരിലുമുണ്ട്. ഇത് ത്യജിക്കാമെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ തന്നെ അങ്ങോട്ട് ഉപേക്ഷിക്കുന്ന വെറുക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരണം. പക്ഷെ ഇന്ന് കഷ്ടമേ എന്ന് പറയട്ടെ, ഈ തലങ്ങൾ മനസ്സിലാക്കാതെ അവിടെയും ഞാൻ, എൻ്റെ സുഖം, എൻ്റെ വ്യക്തിബന്ധങ്ങൾ, എൻ്റെ ജഡിക താല്പര്യങ്ങൾ, എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യം എന്ന് പറഞ്ഞ് നശിച്ചു പോകുന്ന കുടുംബജീവിതങ്ങൾ ഏറെ കാണാൻ പറ്റും. ഇന്ന് നോക്കിക്കേ, കുടുംബജീവിതത്തിലേക്ക് എൻ്റെ സുഖം നടക്കണം. ചില ഭാര്യമാർ വന്ന് പറയാറുണ്ട്, എൻ്റെ ഭർത്താവ് അദ്ദേഹത്തിന് ഇഷ്ടം മാത്രം, ഒറ്റ പൈസ വീട്ടിലേക്ക് തരില്ല, കിട്ടുന്നത് മുഴുവൻ കുടിക്കും, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രം ചെയ്യും, എൻ്റെയോ എൻ്റെ മക്കളുടെയോ കാര്യം നോക്കാൻ ആ മനുഷ്യന് ഒട്ടും പറ്റണില്ല. സ്വന്തം ഇഷ്ടം നോക്കുന്ന ഭർത്താവ്. ഈ ഭാര്യമാരുണ്ട്, സ്ത്രീകളുണ്ട്. എൻ്റെ ഇഷ്ടം, എൻ്റെ സുഖം ഭർത്താവിനെ നോക്കത്തില്ല, മക്കളെ നോക്കത്തില്ല, ഞാനെന്ന ഭാവം ഈ രീതിയിൽ ജീവിക്കുന്നവരും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എൻ്റേത് എന്നുള്ളത് ഈ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കാര്യം ഞാൻ പറയും, പൗരോഹിത്യത്തിലാണേലും സമർപ്പണ ജീവിതത്തിലാണേലും യുവമക്കളാണേലും പഠന മേഖലയിലാണേലും ഒത്തിരി കാര്യങ്ങൾ പരിത്യജിച്ച് അതൊക്കെ വേണ്ടാന്ന് വച്ച് ജീവിക്കുന്നില്ലെങ്കിൽ മക്കളുടെ പഠനം നശിക്കും, കുടുംബജീവിതങ്ങൾ തകരും, പൗരോഹിത്യ ജീവിതങ്ങളും സമർപ്പണ ജീവിതങ്ങളും തകർന്ന് തരിപ്പണമായി പോകുമെന്നുള്ളത് വലിയ സത്യമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ ശക്തമായിട്ട് പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വഴിയുണ്ട്, സ്വയം പരിത്യജിക്കൽ. അതോടൊപ്പം തന്നെ കുരിശ് ചുമക്കൽ. ഈ രണ്ട് കാര്യങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ സ്വന്തമാക്കി എടുക്കാതെ ജീവിക്കുന്ന ഏത് ജീവിതമാണേലും ഏതവസ്ഥയാണേലും അതൊക്കെ തന്നെ തകർന്ന്. കുടുംബജീവിതത്തെ നോക്കിക്കേ, എൻ്റെ ഇഷ്ടം വന്നു, താല്പര്യം വന്നു, അതിനനുസരിച്ച് ഡൈവോഴ്സ്. മക്കളുണ്ട്, ഈ മക്കളുടെ കാര്യം ചിന്തിക്കാറുണ്ടോ? ഒരു ഡൈവോഴ്സ് നടത്തി ഭിന്നിച്ചു പോകുന്ന അവരുടെ മക്കളുടെ വേദന ഈ അപ്പനോ അമ്മയോ അല്പമൊന്ന് മനസ്സിലാക്കിയെങ്കിൽ അവരെന്ത് ത്യാഗവും സഹിച്ച് ആ മക്കൾക്ക്, സ്വന്തം രക്തത്തിൽ നിന്നുണ്ടായ മക്കൾ, ദൈവം ദാനമായി തന്ന മക്കൾ, ഈ മക്കൾക്ക് വേണ്ടി അവരുടെ വേദന മനസ്സിലാക്കി ജീവിക്കും. ഞാനിപ്പോൾ കഴിച്ച് ഓർക്കുക, ഒരു കേസ് എടുക്കുക, കുഞ്ഞപ്പൻ്റെ കൂടെ അമ്മ വേറിട്ട് താമസിക്കുക, കേസ് എടുക്കുക. ഈ കേസിൻ്റെ പിന്നാലെ ഈ കൊച്ചിനെ വലിച്ചഴക്കുക. ഞങ്ങൾക്ക് ആ കൊച്ചിൻ്റെ മാനസിക സ്ഥിതി എന്താ? പ്രിയപ്പെട്ടവരെ, ചെറിയൊരു നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ, അതിൻ്റെ പേരിൽ കേസായി, ഇത് കണ്ടാൽ മിണ്ടത്തില്ല, വലിയ സ്വാർത്ഥത, അതിൻ്റെ പേര് കാശുകൾ കോടതി കൊണ്ടുപോയി മുടക്കുന്നു, വക്കീലുമാർ കാശ് അടിച്ചെടുക്കുന്നു. ഈ കുഞ്ഞ് അതിനിടയിൽ കിടന്ന ആ കുഞ്ഞിൻ്റെ മുഖം ഞാൻ കണ്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിരാശയുടെ പടുകുഴിയിൽ കിടക്കുന്ന ആ കൊച്ചിൻ്റെ ഭാവി എന്തായിരിക്കും? ഇന്ന് ആ കൊച്ചിന് വേണ്ടി വിലപേശി കേസ് നടത്തി ഹൈക്കോടതിയിൽ പോയി അവിടെ നിന്ന് ജാമ്യം എടുത്ത് പല രീതികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേസ്. ഞാൻ പറഞ്ഞു, അവൻ്റെ വിളിച്ച് അച്ഛ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഇവിടെ പിശാചിൻ്റെ വെറുപ്പിൻ്റെ, ഭിന്നതയുടെ, വാശിയുടെ, ഞാൻ ജയിക്കണം, ഞാനെന്ന ഭാവത്തിൻ്റെ വലിയൊരു അടിമത്തമാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ട കർത്താവ് പറഞ്ഞ ഒരു ജീവിതം ജീവിക്കണോ? അപ്പോൾ ഏത് ജീവിതമാണേലും, അച്ഛൻ വീണ്ടും പറയുക, ഏത് ജീവിതമാണേലും ഈ സ്വയം പരിത്യജിക്കൽ ഇല്ലെങ്കിൽ അവിടെ സ്വാർത്ഥത വരും, അവിടെ അഹങ്കാരം വരും,
അവിടെ ജഡികാസക്തി വരും, അവിടെ അഹങ്കാരം വരും, അവിടെ വെറുപ്പ് വരും, അവിടെ ഭിന്നത വരും. അത് ഓർത്തോ, അത് പിശാചിൻ്റെ ആധിപത്യത്തിലേക്കും അടിമത്തത്തിലേക്കും നയിച്ച് നമ്മുടെ കുടുംബത്തെ, പൗരോഹിത്യത്തെ, സമർപ്പണ ജീവിതത്തെ, മക്കളെയൊക്കെ നശിപ്പിച്ച് കളയും. ഇപ്പോൾ മക്കൾ പഠിക്കുന്ന മക്കളാണെന്ന് വിചാരിക്കും, ആ മക്കൾ എന്തുമാത്രം കാര്യങ്ങൾ പരിത്യജിക്കണം. അല്ലെങ്കിൽ ധ്യാനത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ ഒരു യുവജന ധ്യാനം വയ്ക്കുക. മക്കളോട് ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കരുത്, മൊബൈൽ പരിത്യജിക്കുക. പക്ഷേ ആ മക്കൾക്ക് അതിനിടയിൽ പല മക്കളെയും ഈ മൊബൈലുമായിട്ട് പിടിച്ചു. ഈ മക്കളുടെ മൊബൈലൊക്കെ നോക്കുമ്പോൾ വൃത്തികെട്ട സിനിമകൾ, മ്ലേച്ഛമായിട്ടുള്ള സിനിമകൾ. പ്രിയപ്പെട്ടവരെ, നന്നായിട്ട് പഠിക്കണമെങ്കിൽ ഇത് പരിത്യജിക്കണം. നീ ഒരു കാര്യം ഓർത്തോ, മൊബൈലിൽ വേണ്ടാത്ത ചിത്രം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ മകൻ ആ പാപത്തിൻ്റെ പിടിയിൽ അമർന്ന് നശിച്ചു പോകത്തുള്ളൂ. നന്നായിട്ട് പഠിക്കണോ, വിശുദ്ധിയിൽ ജീവിക്കണോ, അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം ജീവിക്കണോ, അതിനനുസരിച്ച് പലതും പരിത്യജിക്കണം. ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങളുണ്ട്. ഈ ജഡത്തിൻ്റെ ആസക്തികളെ തൃപ്തിപ്പെടുത്തുന്ന പല സംഭവങ്ങളും കാഴ്ചകളും സിനിമകളുണ്ട്. ഇത് പരിത്യജിക്കേണ്ട ഒരു വലിയ മേഖല ഇന്ന് ലോകം. കാരണം അതുപോലെ പിശാച് അവൻ്റെ ആധിപത്യങ്ങൾ കൊണ്ട് മനുഷ്യ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി പലതും വച്ച് വിളമ്പിയിരിക്കുക. ഇതൊക്കെ വച്ച് വിളമ്പിയിരിക്കുന്ന ഈ ലോകത്തിൽ ഈ പരിത്യജിക്കൽ എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതില്ലാതെ ഒരു എത്ര മക്കളെ പഠിക്കാൻ പറ്റണില്ല. കഴിഞ്ഞ ദിവസം ഒരു ഇടവകയിൽ കൺവെൻഷൻ ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കണ പയ്യൻ, എനിക്ക് ആ കൊച്ചിന് മുമ്പിൽ ഞാൻ തന്നെ കരഞ്ഞുപോയി. ആ കൊച്ചു പറയാ, അച്ഛാ എനിക്ക് ആൾത്താരിൽ നിന്നിട്ട് സ്ത്രീകളുടെ ഭാഗത്തേക്ക് നോക്കാൻ പറ്റണില്ല, സിസ്റ്ററിനെ പോലും മര്യാദയ്ക്ക് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ കൊച്ച് കരയടന്നിട്ട്. എന്താ പറ്റിയ മോനെ, 7ാം ക്ലാസ്സിൽ പഠിക്കണ ഒരു ചേട്ടൻ ഈ കൊച്ചിനെ മൊബൈലിൽ ഈ വൃത്തികെട്ട സിനിമ കാണിച്ചു കൊടുത്തു. ഇത് കണ്ടതിന് ശേഷം ഈ കുഞ്ഞ് ആകെപ്പാടെ നിയന്ത്രിക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ സ്ത്രീകളെ അമ്മേനെ നോക്കാൻ പറ്റണില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പറഞ്ഞു വരിക, ഈ ഒരു വലിയ മേഖല കൊണ്ട് അടിമപ്പെട്ടിരിക്കുന്ന ലോകത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുക, സുഖപ്രദമായ ജീവിതം ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ബോധപൂർവം നിർബന്ധമായിട്ടും പരിത്യജിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവിടെ നമ്മൾ ഒഴികഴിവ് പറഞ്ഞാൽ, അവിടെ നമ്മൾ ഒരു കാര്യങ്ങൾ പറഞ്ഞ് മാറ്റിവെച്ചാൽ അവിടെ നമ്മൾ നശിച്ചു പോകും എന്നുള്ളത് വലിയൊരു സത്യമാണ്. അതുകൊണ്ട് ഈശോ പറയണേ, നീ നിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കരുത്. നിൻ്റെ നൈമിഷിക ആസക്തികൾക്കനുസരിച്ച് ജീവിതത്തെ വിട്ടുകൊടുക്കരുത്. നീ നിന്നെ തന്നെ പരിത്യജിക്കണം. നീ നിന്നെ കുരിശ് വഹിക്കണം. നീ നിന്നെ തന്നെ വിട്ടുപേക്ഷിച്ചിട്ട് എന്നെ അനുഗമിക്കണം. അങ്ങനെ നീ എന്നെ അനുഗമിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും, നിൻ്റെ ജീവിതത്തിൽ സമാധാനം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങൾ ചിന്തിക്കുക, എന്തിനെ നമ്മൾ അള്ളിപ്പിടിച്ചിട്ടുണ്ട്? തമ്പുരാനെ വിട്ടുപേക്ഷിക്കാൻ, അല്ലെങ്കിൽ ഈശോയെ വിട്ടുപേക്ഷിക്കുക എന്താണ്? വചനം ഈശോയാണ്. വചനമാകുന്ന ഈശോയെ വിട്ടുപേക്ഷിക്കാൻ വേണ്ടി നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ? ആ ഈശോയിൽ നിന്ന് അകന്നു പോകാൻ വേണ്ടി നീ എന്തിൻ്റെയൊക്കെ പിന്നാലെ പോയിട്ടുണ്ടോ? നിൻ്റെ ജഡിക സുഖത്തിനായിരിക്കാം, നിൻ്റെ കൂട്ടുകെട്ടുകൾക്കായിരിക്കാം, നിൻ്റെ ആസക്തിയെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകൾക്കായിരിക്കാം, സമ്പത്തിനായിരിക്കാം, അല്ലെങ്കിൽ ജോലിക്ക്, എന്തിനും നീ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ? അതോർത്തോ, അതൊക്കെ തന്നെ നമ്മെ നശിപ്പിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ദൈവമാകുന്ന വചനത്തെ സ്വീകരിച്ചുകൊണ്ട് ആ വചനത്തിനനുസരിച്ച് ആ വചനത്തെ മുറുകെ പിടിക്കാൻ, ആ കലപ്പയിൽ മുറുകെ പിടിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു നോക്കാതെ തമ്പുരാൻ്റെ വചനത്തിൻ്റെ ആ വലിയ അഭിഷേകത്തിൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കാനായാൽ നമ്മുടെ മക്കളും കുടുംബവും ജീവിതവും എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇല്ലെങ്കിൽ കർത്താവിൻ്റെ ആ വലിയ സന്തോഷത്തിൽ നമുക്ക് സ്ഥാനമില്ല. അതുകൊണ്ട് ഈ സത്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുവാനും കർത്താവിൻ്റെ വചനത്തിനനുസരിച്ച് ആ കലപ്പയിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും ഒക്കെ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ ഈശോയെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഈശോയുടെ സന്തോഷം, ഈശോയുടെ ആ ജീവിതത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം കൊടുത്തപ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ പരിത്യജിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ കഴിവ്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം നമുക്കുള്ളത് കൊടുക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടുള്ള ദൈവത്തിൻ്റെ ശക്തിയും സന്തോഷവും സമാധാനവും നിറയപ്പെടും. ഇത് സ്വന്തമാക്കിയെടുക്കാൻ കർത്താവ് നമ്മോട് പറയുക, ഈ ജീവിതം ത്യാഗത്തിൻ്റെതാണ്, ഈ ജീവിതം സഹനത്തിൻ്റെതാണ്, ഈ ജീവിതം കുരിശിൻ്റെതാണ്. ആ കുരിശിൻ്റെ ജീവിതം ജീവിക്കുമ്പോൾ മുറിയപ്പെടാനുള്ളതാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇന്ന് മുറിയപ്പെടാൻ നമുക്ക് മനസ്സില്ല. ഭർത്താവിന് വേണ്ടി ഭാര്യ മുറിയപ്പെടാൻ മനസ്സില്ല. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് മുറിയപ്പെടാൻ മനസ്സില്ലെങ്കിൽ ആ കുടുംബജീവിതം തകർന്നു.
മക്കൾക്ക് വേണ്ടി മുറിയപ്പെടാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ലെങ്കിൽ, ഒരു ശുശ്രൂഷകൾക്ക് വേണ്ടി മുറിയപ്പെടാൻ ഒരു അഭിഷിക്തന് കഴിയുന്നില്ലെങ്കിൽ, ഒരു ശുശ്രൂഷ മേഖലയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയോ ഈശോയെ കൊടുക്കാൻ വേണ്ടി ജീവിതം മുറിയപ്പെടുന്നില്ലെങ്കിൽ, ഞാൻ പറയും ആ ജീവിതത്തിൽ വലിയ തകർച്ചയുണ്ടാകും, അവിടെ ദുഃഖമുണ്ടാകും, അവിടെ നിരാശയുണ്ടാകും. അതുകൊണ്ട് ഈശോയെ പോലെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി മുറിച്ചു കൊടുക്കുന്ന ഒരു വലിയ ജീവിതമാക്കി മാറ്റാനാണ് കർത്താവ് ഈ ശിഷ്യത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ത്യാഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മോട് പറയുക. അതിൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതൊക്കെ പറയാനൊക്കെ എളുപ്പമാണ്, പക്ഷെ നമുക്ക് ആ വലിയ കൃപ ലഭിക്കണം, ദൈവത്തിൻ്റെ കൃപ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിനയം, സൗമ്യത, ആത്മസംയമനം, സമാധാനം ഇവയൊക്കെ കൊണ്ടൊക്കെ നിറയപ്പെടാനായിട്ട് തീവ്രമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവിക ജ്ഞാനം നിറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്ഷമിക്കും, നമ്മൾ സ്നേഹിക്കും, നമ്മൾ മുറിച്ചു കൊടുക്കും, മറ്റുള്ളവരെ ഒത്തിരിയേറെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന ജീവിതം ജീവിക്കുവാനായിട്ട് നമ്മൾ നിരന്തരം പരിശ്രമിക്കും. ജ്ഞാനമില്ലാത്തവനും പരിശുദ്ധാത്മാവില്ലാത്തവനും ദൈവകൃപയില്ലാത്തവനും ഇത് അസാധ്യമാണ്. അവനെപ്പോഴും സ്വന്തം കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കും, അവൻ ക്ഷമിക്കത്തില്ല, അവനെപ്പോഴും വാശി പിടിക്കും, അവൻ തന്നിഷ്ട സ്വഭാവം കാണിക്കും, അവൻ ധിക്കാരത്തോടുകൂടി പെരുമാറും, അവൻ മർക്കടമുഷ്ടിയിൽ അവൻ്റെ ജീവിതത്തെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരിത്യജിക്കലിലാണ്, കുരിശ് ചുമക്കലിലാണ്, സ്വയം വെറുക്കുന്നതിലാണ്. അങ്ങനെ ഒരു ജീവിതം ജീവിക്കാനായാൽ നിങ്ങളുടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ പൗരോഹിത്യം അനുഗ്രഹിക്കപ്പെടും. മക്കളൊക്കെ നന്നായിട്ട് പഠിച്ച് നല്ല ഇന്ന് നമ്മുടെ മക്കൾ, വീണ്ടും പറയാം, നമ്മുടെ മക്കളൊക്കെ സ്വന്തം സ്വാർത്ഥതയ്ക്കനുസരിച്ച് തന്നിഷ്ടപ്രകാരം ജീവിക്കുക. കൂട്ടുകെട്ട്, മയക്കുമരുന്ന്, കഞ്ചാവ്, അതോടൊപ്പം തന്നെ തെറ്റായ സ്നേഹബന്ധങ്ങൾ, വൃത്തികെട്ട മൊബൈൽ പടങ്ങൾ, ഇങ്ങനെ പല മക്കൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു മേഖല മനസ്സിലാക്കി കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ ആഴത്തിൽ തമ്പുരാനെ അനുഗമിച്ച് യഥാർത്ഥമായ സന്തോഷവും സമാധാനവും വളർച്ചയും ധാരാളം ഫലങ്ങളും പുറപ്പെടുവിക്കുവാനായിട്ടുള്ള വലിയ കൃപ നൽകി, വലിയ ശക്തി നൽകി, അതിനുള്ള സംരക്ഷണം നൽകി ദൈവമായ കർത്താവ് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും ഒക്കെ അനുഗ്രഹിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുത്തെ പ്രിയ മക്കളായ ഞങ്ങളെ തിരുവചനത്തിലൂടെ യഥാർത്ഥമായ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും സംതൃപ്തിയിലേക്കും നയിക്കുന്ന അവിടുത്തെ വലിയ കരുണയെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയെ അനുഗമിക്കാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല, അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല, അങ്ങയോട് ചേർന്ന് നിൽക്കാതെ ഞങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയില്ല. അതിന് സാധിക്കണമെങ്കിൽ ഞങ്ങളെ തന്നെ പരിത്യജിക്കണം, ഞങ്ങളെ വെറുക്കണം, കുരിശ് ചുമക്കണം എന്നങ്ങ് ഞങ്ങളോട് പറഞ്ഞു. ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ഈ വചനം മനസ്സിലാക്കി കർത്താവെ സ്വയം പരിത്യജിച്ചുകൊണ്ട്, സ്വയം വെറുത്തുകൊണ്ട്, ആ കുരിശ് ചുമന്നുകൊണ്ട് അങ്ങയെ അനുഗമിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. കർത്താവെ, ആ കലപ്പയമേൽ കൈ പിടിച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കാതെ കർത്താവെ, ഈ ലോകത്തിൻ്റെ പിന്നാലെ പോകാതെ ഞങ്ങൾ അങ്ങയോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ വേണ്ട വലിയ ഭാഗ്യം നൽകി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് വചനത്തിന് സമർപ്പിച്ച് സ്വയം പരിത്യജിച്ച് സ്വയം വെറുത്തിട്ടെന്ന പോലെ വചനത്തിനു വേണ്ടി മാത്രം സമർപ്പിച്ച പരിശുദ്ധി അമ്മയുടെ വലിയ മാതൃക പിന്തുടർന്ന് ജീവിക്കാൻ ഞങ്ങൾക്കും കൃപ ലഭിക്കാൻ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നിത്യവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.